ആരോഗ്യ വകുപ്പിൻ്റെ ബോധവൽക്കരണ ശീലവൽക്കരണ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഈ മീഡിയ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. എനിക്കറിയാം, വർഷങ്ങളായി നമ്മുടെ ബോധവൽക്കരണ ശീലവൽക്കരണ സന്ദേശങ്ങൾ വളരെ ഫലപ്രദമായി ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും വലിയ സഹകരണവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് വിവിധ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടും നടത്തി വരികയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളുടെയും വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ രശ്മി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ IEC വിഭാഗമുണ്ട്, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ ആരോഗ്യ വകുപ്പിൽ സ്റ്റേറ്റ് മാസ് മീഡിയ വിങ് ഉണ്ട്. ആരോഗ്യ കേരളത്തിൽ അതുപോലെ തന്നെ BCC വിഭാഗമുണ്ട്, ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ വിങ് ഉണ്ട്. നമ്മുടെ എല്ലാ ജില്ലകളിലും ആരോഗ്യ വകുപ്പിൻ്റെ മാസ് മീഡിയ ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ NHMൻ്റെ ജൂനിയർ കൺസൾട്ടൻസ് ഡോക്യുമെൻറ്റേഷൻ കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു സന്ദേശവും വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എല്ലാ ജില്ലകളിലേക്കും എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഏതൊരു സന്ദേശവും എത്തിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലകളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും യഥാസമയം നമുക്ക് സംസ്ഥാന തലത്തിൽ അറിയുന്നതിനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ എല്ലാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതാത് സമയം ആരോഗ്യവകുപ്പിൻ്റെ ബോധവൽക്കരണ വിഭാഗവുമായി ചർച്ച ചെയ്ത് യോജിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫോക്കിൻ്റെ ഒരു ക്യാമ്പയിൻ എല്ലാ വർഷവും നടത്തുന്നതാണ്. അതിൻ്റെ ഒരു പ്ലാനിംഗ് മീറ്റിംഗ് പാലക്കാട് വെച്ച് നടക്കുകയുണ്ടായി. എല്ലാ വർഷവും അത് വളരെ ഭംഗിയായി ജില്ലകളിലുടനീളം നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഫോക്ക്. അതുപോലെ തന്നെയാണ് ഈ വരാൻ പോകുന്ന യൂത്ത് ഫെസ്റ്റും. അപ്പോൾ ഇത് എല്ലാ തലങ്ങളിലും മാഡം ഇവിടെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ തലങ്ങളിലും ഇതിന് വ്യാപകമായ പ്രചരണം നൽകണം. വളരെ ഭംഗിയായി നമുക്കിത് പരമാവധി ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വിദ്യാർത്ഥികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ഭംഗിയായി നടത്താൻ സാധിക്കണം. അതിന് നിങ്ങളെവരുടെയും പിന്തുണ വേണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ശരിയായ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദേശങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ശരിയായ സന്ദേശം എന്താണ് എന്ന് ഇപ്പോൾ HIV എയ്ഡ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും അത് ദൂരീകരിക്കേണ്ട ആൾ പ്രൊജക്ട് ഡയറക്ടർ Ksacs ആണ്, മാഡമാണ്. അപ്പോൾ മാഡത്തെ കോൺടാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ IEC വിങ്ങിലുള്ള രശ്മി മാഡത്തെ കോൺടാക്ട് ചെയ്യുകയും അത് ക്ലാരിഫൈ ചെയ്ത ശേഷം മാത്രം, എന്താണ് അതിൻ്റെ വസ്തുത എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മാധ്യമങ്ങളിലൂടെ അത് നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളേവരുടെയും സഹായവും പിന്തുണയും തുടർന്നും ഉണ്ടാകണം. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ യൂത്ത് ഫെസ്റ്റ് ഒരു വൻ വിജയമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മീഡിയ വർക്ക്ഷോപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.